ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളെ എൽ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അജയ് കയറി വന്നപ്പോഴേക്കും അജയ്യോട് നമ്മുടെ സത്യൻ വഴക്ക് പറയുവാണ്. ശല്യം ഒഴിഞ്ഞു പോയെന്നോർത്തിരിക്കുവാണോ, നീ അവരെപ്പറ്റി അന്വേഷിച്ചില്ല ഇതുവരെയെന്ന്. അപ്പോൾ വല്യമ്മാവനും എന്നെപ്പറ്റി അങ്ങനെയാണോ കരുതി വെച്ചേക്കുന്നതെന്ന് അജയ് ചോദിക്കുകയാണേ. അന്വേഷിക്കുന്നുണ്ട്, എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ പറയാമെന്ന് പറഞ്ഞു. എടാ, നീ ഇനി അന്വേഷിക്കണ്ട, ദേ അവരെ രണ്ടുപേരെയും നീ ചെന്ന് കൂട്ടിക്കൊണ്ട് വന്നാൽ മാത്രം മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അവരെവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചു അജയ്. അവരൊരു വാടക വീട്ടിൽ താമസിക്കുകയാണെന്നും അയൽവാസി ഇവിടെ വന്ന് അവരെക്കുറിച്ച് നമ്മളോട് പറഞ്ഞതാണെന്ന കാര്യവും അപ്പം തന്നെ ഞങ്ങൾ അവിടെ പോയി അവരെ കണ്ടു എന്ന കാര്യവും സംഗീത പറയുന്നു. വല്ലാത്തൊരവസ്ഥയാണ് അവരുടേത്. കണ്ടപ്പോൾ തന്നെ ശരിക്കും സങ്കടം വന്നു പോയി എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് അവരെ കൂട്ടിക്കൊണ്ട് വരായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞങ്ങളതിന് കുറേ ശ്രമിച്ചു, പക്ഷെ അവർ വന്നില്ല എന്ന് മാധവനും പറഞ്ഞു. നീ ചെന്ന് അവളെ അഞ്ജനെ വിവാഹം കഴിക്കാൻ സമ്മതമാണ് എന്ന് പറയണം, ആ വാക്ക് നീ അവർക്ക് കൊടുക്കണം, എന്നാലേ അവരിനി ഈ വീട്ടിലേക്ക് വരുവുള്ളൂ എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അജയ് ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുക. അപ്പോൾ സത്യൻ അജയുടെ കൈ പിടിച്ച്, എടാ നീ ചെന്ന് വാക്ക് കൊടുത്ത് അവരെ കൂട്ടിക്കൊണ്ട് വാടാന്നും പറഞ്ഞു. അപ്പോൾ വല്യമ്മാവൻ തന്നെ എന്നോടിത് പറയണം, എല്ലാം ഞാൻ വല്യമ്മാവനോട് പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു അജയ് അന്നേരം. അപ്പോൾ വീട്ടിലെ സന്തോഷവും സമാധാനവും തിരികെ കിട്ടണമെങ്കിൽ വേറെ ഒരു വഴിയും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞു. ഭവാനിയുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങൾക്കും ഞാനാണ് പിന്നിലെന്നാണ് അവർ പഴിക്കാറുള്ളത്. ഇപ്പോൾ നിനക്ക് പിന്നിലും ഞാനാണെന്ന് വേണമെങ്കിൽ അവൾ പറയുമെന്ന കാര്യവും വല്യമാവൻ ഇങ്ങനെ പറയുന്നു. ഇനി അവളുടെ ശാപവാക്കുകൾ കേൾക്കാനേ എനിക്ക് വയ്യ, അതുകൊണ്ടാണ് പറയണതെന്നും സത്യം പറയാം. എനിക്ക് വേണ്ടി നീ ഒന്ന് ചെല്ലടാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരിക്കലും അഞ്ജനയെ എൻ്റെ ഭാര്യയായി കാണാൻ കഴിയില്ല വല്യമാവ, അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എൻ്റെ തീരുമാനം അത് ഞാൻ മാറ്റത്തില്ല. കല്യാണത്തിന് സമ്മതമാണെന്ന് വാക്ക് കൊടുത്ത് അവരെ കൂട്ടിക്കൊണ്ട് വരാൻ ഞാൻ പോവില്ല എന്ന് അജയ് തറപ്പിച്ച് തന്നെ പറഞ്ഞു. എന്നിട്ട് മുകളിലോട്ട് കയറിപ്പോയി. സംഗീതയും മാധവനും ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കുക. അന്നേരം സത്യന് സങ്കടം സഹിക്കാൻ മേലാതെ നേരെ പൂജാമുറിയിലേക്ക് അമ്പലത്തിൽ ചെന്ന് അവിടെ ചെന്ന് നിന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഈ പ്രതിസന്ധികളൊന്നും മാറ്റി തരുമോ എന്നും എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരേ വിഷയമുള്ളൂ, എൻ്റെ ഭാര്യയും മകളും. സുമിത്ര എവിടെ വെച്ച് കണ്ടാലും ഞാൻ തിരിച്ചറിയുമെന്നും പക്ഷേ അവൾക്ക് എന്നെയും തിരിച്ചറിയാൻ കഴിഞ്ഞേക്കും. എൻ്റെ മോളുടെ കാര്യം അങ്ങനെയല്ലല്ലോ. എൻ്റെ മകളെ നേരിൽ കണ്ടാൽ പോലും ഞാൻ തിരിച്ചറിയില്ല എന്നും എൻ്റെ മോൾക്കും അവളുടെ അച്ഛനെ തിരിച്ചറിയാൻ കഴിയില്ല എന്നും പറയാം. എവിടെയാണ് എൻ്റെ മോള് എന്നും പറഞ്ഞ് സത്യൻ അവിടെ നിന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടപ്പുറത്തതേ നമ്മുടെ ഭൂമി വന്ന് നിന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അച്ഛനും മകളും കണ്ടില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം ഭൂമി അടുത്ത സ്ഥലത്തേക്ക് പോയി അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ അവസ്ഥകളെ പറ്റിയും എല്ലാം. എൻ്റെ അവസ്ഥകളെല്ലാം നിനക്കറിയാം, പക്ഷെ ഒന്നും നീ എനിക്ക് വേണ്ടി ചെയ്യില്ല. എന്തിനാ എൻ്റെ അച്ഛനെ ഇത്രയും പെട്ടെന്ന് കൊണ്ടുപോയതെന്നൊക്കെ ഇങ്ങനെ ഭൂമി കരഞ്ഞുകൊണ്ട് ചോദിക്കുക. എന്നെക്കുറിച്ച് എന്താ നീ ഓർക്കാതിരുന്നതെന്നൊക്കെ ചോദിച്ച് ആ വിഗ്രഹത്തോട് കണ്ണുനീരോട് കൂടി നമ്മുടെ ഭൂമി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തൻ്റെ അമ്മയെ രക്ഷിക്കാനുള്ള വഴി, ഇതെല്ലാം നമ്മുടെ ഭൂമി ഇങ്ങനെ ഭഗവാനോട് യാചനയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ ഖമാൽ അതുവഴി വരുന്നു ഭൂമിയെ കൊല്ലാൻ. അങ്ങനെ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോഴാണ് സത്യൻ അങ്ങോട്ടേക്ക് വരുന്നത്. സത്യം വന്നപ്പോൾ ഭൂമിയെ കണ്ടിട്ട് ഭൂമിയോട് സംസാരിക്കാനായിട്ട് അങ്ങ് ചെന്നപ്പോഴത്തേക്കും കമാൽ പുറകോട്ട് മാറി. ഭൂമി എന്നും പറഞ്ഞിങ്ങനെ വിളിച്ചു. ആര് സാറോ എന്നും പറഞ്ഞിങ്ങനെ നമ്മുടെ ഭൂമിയും സത്യൻ്റെ അടുത്തേക്ക് ചെന്നു കേട്ടോ. അപ്പോൾ കമാൽ അപ്പുറം നിന്ന് ഇത് കാണുവാണേ. അപ്പം ഞാൻ ഭഗവാനെ ഒന്ന് ശകാരിച്ചിട്ട് വരികയാണെന്ന് ഭൂമി പറയുമ്പം അത്രയ്ക്കൊക്കെ തൻ്റെ ഇടം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ തൻ്റെ ഇടമല്ല, ഇഷ്ടം, സ്നേഹം, അതൊക്കെയാണെന്ന് ഭൂമി പറഞ്ഞു. അങ്ങനെയുള്ളവരോട് എന്ത് നമുക്ക് പറയാമല്ലോ. പോലീസ് തലവനായിരുന്ന ഒരാളോട് ഒരു ചായക്കടക്കാരി എന്തൊക്കെ പറയുന്നു. അപ്പോൾ കമാൽ ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുക. എന്താ കാര്യം? അപ്പോൾ ഇഷ്ടം, സ്നേഹം, അപ്പോൾ അത് കറക്റ്റാണെന്ന് ഭൂമി. അങ്ങനെ അച്ഛനും മോളും കൂടെ സംസാരിക്കുകയാണെന്ന് കമാലിന് അറിയാമല്ലോ. അപ്പോൾ സാർ ആലോചിച്ചിട്ടുണ്ടോ, ഒരേ സമയത്ത് എത്ര കോടി പേരാകും സങ്കടവും പരാതിയും ഒക്കെ ഭഗവാനോട് പറയാം. എല്ലാം കൂടി ഒറ്റ ദിവസം കൊണ്ട് തീർപ്പാക്കാൻ അദ്ദേഹത്തെ കൊണ്ട് കഴിയുമോ? അതെ, സാറിൻ്റെ പരാതിയും ഫയലിലുണ്ട് കേട്ടോ, ആ പരാതിയും തീർപ്പാകും കേട്ടോ എന്ന് നമ്മുടെ ഭൂമി. ഞാനിപ്പോൾ സാറിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത് പോലെ അഭിരാമി വന്ന് സാറിൻ്റെ മുന്നിൽ നിൽക്കും. അപ്പോൾ യെസ്, ആ ഒരു വിശ്വാസമാണ് എൻ്റെ ബാക്കി ജീവിതമെന്ന് ഇങ്ങനെ ഇവർ പറഞ്ഞതെല്ലാം കമാൽ കേട്ടോണ്ട് നിൽക്കുക. അപ്പം മോളുടെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ പോകുന്നു? കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നു. കൂട്ടിന് ആരാ ഉള്ളതെന്ന് ചോദിച്ചു. അന്നേരം അച്ഛനും അമ്മയും ഉണ്ടെന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ടോ എന്ന് സത്യം ചോദിക്കുക ഭൂമിയോട്. അപ്പോൾ എൻ്റെ കൂടെ കൂടിക്കോ, ഞാനും ഇവിടെ ഒറ്റയ്ക്കല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പം താങ്ക്സ് സാർ, എനിക്ക് ആ വീടും ആ കാറും ഉപേക്ഷിക്കാൻ കഴിയില്ല എന്ന് ഭൂമി സത്യനോട് പറയാട്ടോ. ഓർമ്മകൾ മാത്രമാണ് നിറയെ ഉള്ളതെന്ന് പറയുമ്പം എന്തായി അമ്മയുടെ കാര്യങ്ങൾ, എന്തെങ്കിലും സഹായം മോൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് മോൾ പറയണം കേട്ടോ എന്ന് പറഞ്ഞു. അന്നേരം വേണ്ട സാർ, ഇപ്പോൾ ഒന്നും വേണ്ട, എന്തെങ്കിലും വേണ്ടി വന്നാൽ ഞാൻ അങ്ങോട്ട് ചോദിച്ചോളാമെന്ന് പറഞ്ഞു ഭൂമി. അപ്പോൾ എങ്ങനെയാണ് വന്നത്?
ഞാൻ നടന്ന് ഇവിടെ അടുത്തല്ലേ എന്ന് ചോദിച്ചു. എന്നാൽ ശരി ഞാൻ പോട്ടെ സാർ എന്ന് പറഞ്ഞു. അപ്പോൾ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഭൂമി അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും ഈ കമാൽ പുറകിൽ കൂടെ വന്ന് നമ്മുടെ ഭൂമിയുടെ കഴുത്തിന് ഷോളിട്ട് മുറുക്കെ പിടിച്ചു. അപ്പോഴേക്കും ഭൂമി ജീവന് വേണ്ടി അവിടെ കിടന്നിങ്ങനെ എന്താ പറയുക വലിയ ഒച്ചത്തിൽ കരയുക. അപ്പോഴാണ് സത്യൻ അതുവഴി വരുന്നത് കാണുന്നതും. കമാലിനെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് ഭൂമിയെ രക്ഷപ്പെടുത്തി. അവനിട്ട് കുറേ ഇടി കൊടുത്തു. പിന്നെ കമാലും സത്യനും കൂടി ആയി പിടിയും വലിയൊക്കെ. എന്നിട്ട് നമ്മുടെ സത്യനെ പിടിച്ച ഒരു ഭിത്തിയിലേക്ക് വലിച്ചിങ്ങനെ ഇടിപ്പിച്ചിട്ട് കുറേ ഇടിയൊക്കെ കൊടുത്തു. സത്യൻ ആരാമോൻ, സത്യൻ അയാളെ വിടുവോ? അങ്ങനെ ഒരു തരത്തിൽ അവൻ്റെ ആ മുഖം മൂടി വലിച്ചു പൊക്കിയെടുക്കുകയാണ് നമ്മുടെ സത്യൻ. അപ്പോൾ ഒരു മിന്നായം പോലെ നമ്മുടെ ഭൂമി അത് കണ്ടു. ഭൂമി പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്ക് ഈ കമാൽ സത്യൻ്റെ കയ്യിൽ കടിച്ചു. അപ്പോൾ സത്യന് ശരിക്കും നൊന്തു കേട്ടോ. ആ സമയത്ത് ഭൂമിയാണെങ്കിൽ ആകെ വല്ലാത്തൊരിതിൽ നിൽക്കുക. അങ്ങനെ എങ്ങനെയൊക്കെയോ ഉന്തി തള്ളി കമാലിനെ ആ കടിയിൽ നിന്നും വിടിയിപ്പിച്ചു സത്യൻ. പിന്നെ അങ്ങോട്ട് അവർ രണ്ടുപേരും വലിയ അടിയായിരുന്നു. ഭൂമി ഇതൊക്കെ കണ്ടിങ്ങനെ പേടിച്ചതായിട്ട് നിൽക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ ഭൂമി അവിടെ കിടന്ന് വലിയൊരു പത്തലെടുത്ത് ഈ കമാലിനെ അടിക്കാനായിട്ട് നോക്കുന്നു. പക്ഷേ പറ്റിയില്ല. അപ്പോഴത്തേക്കും കമാൽ എങ്ങനെയൊക്കെയോ കുതറി വെട്ടിച്ച് അവിടെ നിന്ന് ഓടിപ്പോയി. കമാലങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും സാറിന് എന്തെങ്കിലും പറ്റിയോ സാർ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ഭൂമി ഓടിച്ചെന്നു. അപ്പോൾ അവൻ ആ കടിച്ചെടുത്ത് നല്ല വേദനയുണ്ട് സത്യന്. ഒന്നുമില്ല എന്ന് പറഞ്ഞ് സത്യൻ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അയാൾ എന്നെ പിന്തുടരുന്നുണ്ടെന്ന് പറയുമ്പം അവനെ ഞാൻ പൊക്കിക്കോളാം, മോള് ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. ഈ രാത്രി ഇനിയിപ്പം മോള് തന്നെ വീട്ടിലോട്ട് പോകണ്ടെന്ന് പറയാം. അപ്പോൾ പ്രശ്നമൊന്നുമില്ല എന്ന് ഭൂമി പറയുമ്പം ഉണ്ട്, ഇന്ന് എൻ്റെ കൂടെ തന്നെ നിന്നാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ സത്യൻ ഭൂമിയെ വിളിച്ചുകൊണ്ട് പോവുക. അങ്ങനെ അച്ഛനും മോളും കൂടെ വീട്ടിലോട്ട് പോണു. ഭൂമിയാണെന്നുണ്ടെങ്കിൽ ആകെ വിഷമിച്ച് ഇങ്ങനെ വല്ലാത്തൊരിതിലിരിക്കുകയാണ്. സത്യനും ഭയങ്കര സങ്കടത്തിൻ്റെ ആ ഒരു ഇതിൽ. അങ്ങനെ രണ്ടുപേരും കൂടി പോകുന്ന സമയത്ത് നമ്മുടെ ഭൂമി ഇരുന്ന് എന്തൊക്കെയോ ഇങ്ങനെ ആലോചിക്കുവാണേ. സത്യനെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നു. അങ്ങനെ എന്തൊക്കെ ആലോചിച്ചിരിക്കുന്നു. അപ്പോൾ സാറിൻ്റെ മെമ്മറിയിൽ ഒരു ബ്യൂട്ടിഫുൾ സിറ്റുവേഷൻ ആണല്ലോ എന്ന് ചോദിച്ചപ്പോൾ എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു. സാറിൻ്റെ മുഖത്തു നിന്ന് എനിക്കത് വായിച്ചെടുക്കാം. എന്താ സാർ ഓർത്തത്? പണ്ട് ഇങ്ങനെ ഞാൻ യാത്ര ചെയ്യുമ്പോഴേ അഭിരാമി അമ്മയുടെ മടിയിലായിരിക്കും. അവിടെ ഇരുന്നേ അവൾ വാശി പിടിക്കും എൻ്റെ മടിയിലിരിക്കാൻ വേണ്ടിയിട്ട്. വീട്ടിലെത്തിയിട്ടേ അവൾ എൻ്റെ മടിയിലിരുത്തി വണ്ടി ഓടിക്കുകയാണെന്ന് ഞാൻ അഭിനയിക്കുമെന്നുള്ള കാര്യമൊക്കെ സത്യൻ ഇങ്ങനെ ഭൂമിയോട് പറയുക. അഭിരാമിയെ സാർ എന്താ വിളിച്ചിരുന്നതെന്ന് ചോദിച്ചു. അന്നേരം അപ്പു. ആണായിട്ടാണോ വളർത്തിയതെന്ന് ചോദിച്ചപ്പം അതൊന്നുമല്ല, അഭിരാമിയെ അടിച്ചൊതുക്കി അപ്പു ആക്കിയതാണെന്ന കാര്യം പറയുമ്പം അപ്പം അമ്മ എന്താ വിളിക്കുക? അതോ അത് അച്ചപ്പൂന്ന്. അപ്പോഴത്തേക്കും ഭൂമിക്ക് ചിരി വന്നു. അച്ചപ്പോ? അച്ചപ്പം ലോപിച്ചതാണോ? അതൊന്നും അല്ലടാ, അച്ഛൻ്റെ അപ്പു ലോപിച്ചതാണെന്ന് പറഞ്ഞു. ഓക്കെ കൊള്ളാലോ, അടിപൊളിയാണല്ലോ എന്നും പറഞ്ഞ് നമ്മുടെ ഭൂമി ഇങ്ങനെ ഇരിക്കണം. ചിലപ്പോൾ സുമിത്ര ദേവിയെന്നൊക്കെ വിളിക്കും. പിന്നെ പക്ഷെ അതിൻ്റെ മുന്നിലൊരു സ്ത്രീ അതും കൂടി ഉണ്ടാവും കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോഴും ഭൂമി ചിരിക്കുന്നു. അപ്പോൾ അപ്പു പിണങ്ങും. അത് കണ്ടിട്ട് സുമിത്രയുടെ കണ്ണ് നിറയുമെന്നും പിണക്കം മാറ്റാൻ ലേശം ബുദ്ധിമുട്ടാണെന്ന കാര്യമൊക്കെ പറഞ്ഞ് അവസാനം ഒരു ചോക്ലേറ്റിൽ അത് ഒത്തുതീർപ്പാകുമെന്നൊക്കെ പറഞ്ഞ് ആമി എന്നുള്ളൊരു പേര് കൂടി സുമിത്ര വിളിക്കുമായിരുന്നു. അപ്പുവിനെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി എന്ന് ഭൂമി പറഞ്ഞപ്പോൾ ഇന്നൊരു ദിവസം വേണമെങ്കിൽ എൻ്റെ അഭിരാമി ആയിക്കോ, എന്താ? അപ്പോൾ പര്യായ പ്രവേശം ഒന്ന് നോക്കട്ടെ എങ്ങനെയാകുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ അപ്പുമോൾ ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ എന്നിട്ട് വീട്ടിലേക്ക് വണ്ടി ഓടിച്ച് പോവുക. അപ്പോൾ അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി വണ്ടി ഓടിച്ച് പോകുമ്പോൾ നമ്മുടെ ഭൂമി ഭയങ്കര സ്വാതന്ത്ര്യം എടുത്തിങ്ങനെ സത്യനോട് സംസാരിക്കുന്നു. അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും വീട്ടിൽ ചെന്നു. അതിനുശേഷം നമ്മുടെ ഭൂമിയെ ഒരു റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് ഇവിടെ കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അത് സുമിത്രയുടെ ഡ്രസ്സുകളാണെന്ന് അദ്ദേഹം പറയാം കേട്ടോ. മോൾക്ക് വേണമെങ്കിൽ മാറാമെന്ന് പറഞ്ഞു. 22 വർഷം മുൻപുള്ളതാണെന്നും പറഞ്ഞു. അങ്ങനെ ഭൂമി അലമാര തുറന്ന് നോക്കിയപ്പോൾ ആ ഡ്രസ്സുകളൊക്കെ ഇരിക്കുന്നത് കണ്ട് അന്തം വിട്ടിങ്ങനെ നോക്കി. 22 വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്ന തൻ്റെ ഭാര്യയുടെ ഡ്രസ്സുകൾ പുതിയതുപോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് കണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് പറഞ്ഞ മോളെടുത്തിട്ടോ, മോള് തന്നെ മോൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തോളാനും പറഞ്ഞു. അപ്പോൾ ഭൂമി ഒന്ന് ചിരിച്ചു. ആ സമയം നമ്മുടെ സത്യൻ ഇറങ്ങിപ്പോയി. അപ്പോഴത്തേക്കും ഒരു ഡ്രസ്സ് എടുത്ത് നമ്മുടെ ഭൂമി ഇട്ടു. അതിന് ശേഷം അടുക്കളയിൽ കയറി കഴിക്കാനുള്ള ഫുഡൊക്കെ ഉണ്ടാക്കും. അപ്പോൾ സത്യം വന്ന് നോക്കുമ്പോൾ അടുക്കളയിൽ ഭയങ്കര ധൃതിപ്പെട്ട് ജോലിയാണ് ഭൂമി. കൊള്ളാലോ, അടുക്കളയിൽ കയറിയോന്ന് ചോദിച്ചു. അപ്പൂന് ഈ ഡ്രസ്സ് നന്നായിട്ട് ചേരുന്നുണ്ടല്ലോ, അപ്പൂൻ്റെ അമ്മയുടെ ഡ്രസ്സല്ലേ, ഇണങ്ങുമല്ലോ എന്ന് നമ്മുടെ ഭൂമി അന്നേരം സത്യനോട് പറയാട്ടോ. അപ്പോൾ സത്യൻ്റെ മുഖം അങ്ങ് വല്ലാതെയായി, സങ്കടം വന്നു. പിന്നെ നമ്മുടെ ഭൂമി അവിടെ നിന്നിങ്ങനെ
ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഭൂമിയെ തന്നെ നോക്കി ഇങ്ങനെ നമ്മുടെ സത്യൻ ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ശരിക്കും അച്ഛൻ മകൾ ആ ഒരു ഇത്. ഈ സമയത്ത് നമ്മുടെ സത്യനാണെന്നുണ്ടെങ്കിൽ ഭൂമിയുടെ കൈ തുടയ്ക്കാനായിട്ട് തുണി എടുത്ത് കൊടുക്കുന്നു. അങ്ങനെ മകളെ പോലെ നമ്മുടെ ഭൂമിയെ നോക്കുക. അങ്ങനെ അച്ഛനും മോളും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് തൻ്റെ ഭാര്യയുടെ ആ ഒരു ഇത് നമ്മുടെ സത്യന് തോന്നി. അപ്പം സാർ എന്താ ഇങ്ങനെ നോക്കണേന്ന് ചോദിച്ചു. അപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെയാണ് സുമിത്രയും ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു. അപ്പം അത് സ്വാഭാവികമല്ലേ, 10 ഗുണം 10 ഗുണം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഭൂമി പറയണം. അപ്പോൾ അതെ ഇങ്ങനെ അച്ഛനും മോളും കൂടി ഇങ്ങനെ നിൽക്കുന്നു. അപ്പം ഞാൻ സഹായിക്കട്ടെ എന്ന് ചോദിച്ചു. ഹലോ, ഇത് കരിമങ്കാടാണെന്ന് കരുതിയോ? ആന കയറണ്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭൂമി. അപ്പം സത്യൻ നിന്ന് ചിരിച്ചു. അപ്പോൾ സത്യൻ ഇങ്ങനെ ആലോചിക്കും കേട്ടോ. അന്ന് ഭാര്യ പറഞ്ഞതിനെ പറ്റി, അന്ന് ഭാര്യയോട് സഹായിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ വേണ്ട ഇത് കരിമങ്കാടല്ല കേട്ടാനെ എന്ന് അന്ന് പറഞ്ഞിരുന്ന അതേ ഡയലോഗ് തന്നെ ഇന്ന് നമ്മുടെ ഭൂമിയും പറയുന്നു. അങ്ങനെ ഭൂമി അവിടെ നിന്നിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരു സമയത്ത് സത്യന് ശരിക്കും ചിരിയാണ് വരുന്നത്. സത്യൻ ഇങ്ങനെ നിന്ന് ചിരിക്കുവാണ് തൻ്റെ ഭാര്യയെപ്പറ്റിയും മകളെപ്പറ്റിയും അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തകളും അങ്ങനെയൊക്കെ. എപ്പോഴും ഇങ്ങനെ തൻ്റെ മുന്നിൽ സുമിത്ര വന്ന് നിൽക്കുന്നു എന്നുള്ളൊരു ധാരണയാണ് ഭൂമിയെ നോക്കുമ്പോഴൊക്കെ സത്യന് തോന്നുന്നത്. സത്യൻ അവിടെ നിന്ന് അങ്ങ് പോയി. ഭൂമി അന്നേരത്തേക്കും ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നു ഇരുന്ന് കഴിക്കാനായിട്ട്. അപ്പോൾ കഴിക്കാനിരിക്കുമ്പോഴത്തേക്കും എൻ്റെ പൊന്ന് സാറെ കൈ ഒന്ന് സോപ്പിട്ട് വൃത്തിയായിട്ട് കഴുകൽ, പുറത്തൊക്കെ പോയിട്ട് വന്നതല്ലേ എന്ന് ഭൂമി ചോദിക്കുക. അപ്പോഴും സത്യന് തൻ്റെ ഭാര്യ പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നു. അങ്ങനെ നമ്മുടെ സത്യൻ പോയി കൈ കഴുകിയിട്ട് വന്നു. ഭൂമി അത് വിളമ്പിയൊക്കെ വെച്ചു. രണ്ടുപേരോട് ഇരുന്ന് കഴിക്കുമ്പോഴത്തേക്കും ഇത് സുമിത്ര ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പം സ്വാഭാവികം, അമ്മ ഉണ്ടാക്കുന്നത് കണ്ടല്ലേ അപ്പു പഠിക്കുള്ളൂ. സാർ ഞാൻ സ്വയം അഭിനയമായി മാറിയത് ഓവറായോ എന്നൊക്കെ ചോദിച്ചപ്പം അപ്പം അങ്ങനെ ഓവറാകും, കറക്റ്റാണെന്നുള്ള കാര്യം പറയാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഭൂമി ഇങ്ങനെ വിളമ്പി കൊടുത്തോണ്ടിരിക്കുക. അപ്പോൾ കുറച്ച് മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ പറയുന്നു. കഴിക്കട്ടെ ഇരിക്കട്ടെ, കുറച്ചധികം കറികളൊക്കെ. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം വിളമ്പി കൊടുത്തൊക്കെ കഴിക്കുന്നു. ശേഷം ഭൂമി പാത്രമൊക്കെ എടുത്തുകൊണ്ട് വന്ന് അടുക്കളയിൽ കൊണ്ട് കഴുകി വെച്ചു. അപ്പോഴത്തേക്കും സത്യൻ ഭൂമിയുടെ അടുത്തേക്ക് ചെന്നു. ഒരു ചുമയൊക്കെ ചുമച്ചിങ്ങനെ നിൽക്കുവാണ്. നാളുകൾക്ക് ശേഷം അടുക്കളയിൽ ഒരു പെൺകുട്ടി പെരുമാറുന്നതിൻ്റേതായ ഒരു സന്തോഷമൊക്കെയാണ് സത്യന്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ വന്നു കേട്ടോ. അതെ അപ്പോൾ ഇന്നത് ഈ മുറിയിലാണ് കിടക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആയിക്കോട്ടെ എന്ന് സത്യൻ ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഭൂമി കിടക്കാൻ പോയി. സത്യൻ മുകളിലെ മുറിയിലേക്കും പോയി. സത്യനാണെങ്കിൽ സത്യൻ്റെ മുറിയിൽ കിടക്കുന്നു. പക്ഷെ കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല കേട്ടോ. കുറച്ച് നേരം കിടന്നു. അത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റു. കുറച്ച് നേരം ഇരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും സത്യൻ പതുക്കെ താഴേക്ക് ഇറങ്ങി വരിക. താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ഈ ഒരു കാഴ്ച കണ്ട് സത്യൻ നടുങ്ങി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചത്. അപ്പോൾ എന്താണ് ആ കാഴ്ച എന്നുള്ളത് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.